ഡോക്ടർ, മൂക്കിന്റെ പാലത്തിന്റെ വളവ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്? മൂക്കിന്റെ പാലത്തിന്റെ വളവ് കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിന്റെ തടസ്സം തന്നെയാണ്, നേസൽ ഒബ്സ്ട്രക്ഷൻ ആണ് ഉണ്ടാവും. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള നേസൽ സ്പർം എന്ന് പറയുന്ന വളവുണ്ട്. അപ്പൊ അത് സൈഡിൽ എവിടെയെങ്കിലും തട്ടി അതിന്റെ ഭാഗമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. ഇത്തരം ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും സർജറിയുടെ ആവശ്യമുണ്ടോ? സർജറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 80% ആൾക്കാർക്ക് മൂക്കിന്റെ പാലത്തിന്റെ വളവുണ്ട്. അതിൽ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കാണ് പാലത്തിന്റെ വളവ് കൊണ്ട് മാത്രം മൂക്കടപ്പ് വരുന്നത്. അപ്പൊ അവർക്ക് മാത്രമേ നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യം. സർജറി അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ മൂക്കിന്റെ പാലത്തിന് 3 ലെയേഴ്സ് എന്നുള്ളത്. മ്യൂക്കോസ എന്ന് പറയുന്ന 2 ലെയർ 2 സൈഡിൽ, പിന്നെ നടുവിൽ കട്ടിയുള്ള കാർട്ടിലേജും ബോണും ഉപയോഗിച്ചിട്ടുള്ള ഒരു ലെയർ. അപ്പൊ ഈ കാർട്ടിലേജും ബോണും കൂടിയിട്ടുള്ള കട്ടിയുള്ള ലെയറാണ് നമ്മുടെ മൂക്കിന്റെ പാലത്തിന് ആ ഷേപ്പ് കൊടുക്കുന്നത്. നമ്മൾ ബേസിക്കലി സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറിയിൽ നമ്മൾ ഈ കട്ടിയുള്ള കാർട്ടിലേജും ബോണും എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പാലം സ്ട്രെയിറ്റ് ആവും, അല്ലാതെ വളഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ആവില്ല. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മൂക്കടപ്പുള്ളവരെ ഒരു ENT ഡോക്ടറെ കണ്ട് ഒരു നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് അത് പാലത്തിന്റെ വളവാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്.